ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിനക്ക് നല്ല ഒരു പ്രഭാതം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ തന്നുകൊണ്ട് നമ്മളെ നയിക്കുകയാണ്. അതിനുള്ള പലതരത്തിലെ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട്. ദൈവം നമ്മളെ നയിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാകണം. ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ദൈവവുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ അപ്പസ്തോലന്മാരെ ദൗത്യം ഏൽപ്പിച്ച് വിട്ട് കഴിയുമ്പോൾ അവരവ ദൗത്യമായിട്ട് പോയി രോഗികളെല്ലാം സുഖപ്പെടുത്തി പ്രഘോഷിച്ചു. അതുകൊണ്ട് തീരുന്നില്ല. അവർ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 30-ാം തിരുവചനം. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അവർ ഈശോയുടെ അടുത്ത് വളരെ സന്തോഷത്തോടെയാണ് വന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് പഠിപ്പിച്ച് അവർ വിവരം കൊടുക്കുക. കർത്താവേ, ഇതൊക്കെ എനിക്ക് സാധിച്ചു, ഞങ്ങൾക്ക് സാധിച്ചു, ഞങ്ങൾ ചെയ്തു. ദൈവവുമായിട്ട് ഒരു ആത്മീയ ബന്ധത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥ. സുഹൃത്തെ, അനുദിന ജീവിതത്തിൽ നീ കെട്ടിപ്പടുക്കേണ്ടതും ഈ ആത്മീയ അവസ്ഥയാണ്. ഈ ബന്ധത്തിൻ്റെ, ഈ പങ്കുവയ്ക്കലിൻ്റെ ഒരു അവസ്ഥയാണ്. അതിന് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ സമർപ്പിക്കുകയാണ്. നീയുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധത്തിൽ അനുദിനം വളരുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസം നീ കൂടെ ആയിരുന്നുകൊണ്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തുവാനായിട്ട് ഇടവരുത്തണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലങ്ങ്